വിദേശ ജോലിയുടെയും മോഡലിംഗിന്റെയും മറവിൽ ദുബായ് കേന്ദ്രീകരിച്ച് സെക്സ് റാക്കറ്റ് നടത്തിയ കേസിൽ മുഖ്യ സൂത്രധാരൻ ബിലാൽ അറസ്റ്റിൽ. ഇന്നലെ രാത്രിയാണ് മാവേലിക്കര സ്വദേശിയായ ബിലാലിനെ മരട് പോലീസ് പിടികൂടിയത്. ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇതുവരെയായി കേസിൽ 4 പ്രതികളെയാണ് പിടികൂടിയത്. കൊച്ചി സ്വദേശിനി സിന്ധുവാണ് ഒന്നാം പ്രതി. വിദേശത്തുള്ള 2 പ്രതികളെയും നാട്ടിലെത്തിക്കാനുള്ള ശ്രമം പോലീസ് തുടരുകയാണ്. മുഹമ്മദ് റഫീഖ് വിവരങ്ങൾ നൽകും. റഫീഖ്, അപ്പോൾ മുഖ്യ സൂത്രധാരൻ ബിലാൽ പിടിയിലായതോടെ കേസിൽ കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് 2 പ്രതികൾ വിദേശത്തുള്ളവരെ കൂടെ പിടികൂടാനുള്ള ശ്രമങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? എന്തൊക്കെ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇതിനകം ശേഖരിച്ചു കഴിഞ്ഞു? ഇൽസി മുഖ്യ സൂത്രധാരൻ ബിലാൽ എന്ന ശ്രീകുമാറിനെ ഇന്നലെ രാത്രിയാണ് അറസ്റ്റ് ചെയ്തത്. ശ്രീകുമാറിനെ അറസ്റ്റ് ചെയ്തത് ഉടൻ തന്നെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ശ്രീകുമാർ എന്ന ബിലാലും ഇയാളുടെ ഭാര്യയും ദുബൈയിൽ പോയിരുന്നതായി അടക്കമുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. നാട്ടിൽ നിന്ന് മോഡലിംഗ് താല്പര്യമുള്ളവരെയും കണ്ടെത്തി ഒന്നാം പ്രതിയായ സിന്ധു എന്ന സ്റ്റോയിസിക്ക് പരിചയപ്പെടുത്തി കൊടുത്തിരുന്ന ശ്രീകുമാറാണെന്നാണ് പോലീസിന്റെ ഇപ്പോഴുള്ള കണ്ടെത്തലുള്ളത്. ശ്രീകുമാറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അതേസമയം ഈ കേസിലുള്ള ഏറ്റവും വലിയ വഴിത്തിരിവ് എന്ന് പറയുന്നത് സ്റ്റോയിസിയുടെ മകളും മരുമകനും ദുബൈയിലുണ്ട്. ഇവർക്കായിരുന്നു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ ചുമതല. ഈ കമ്പനിയുടെ പേരിലായിരുന്നു ഇവിടുന്ന് യുവതികളെ മോഡലിംഗിന്റെ പേരിൽ കൊണ്ടുപോയിട്ടുള്ളത്. സിന്ധുവിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ അതിക്രൂരമായ ആക്രമണങ്ങൾ ഇവർ നടത്തിയതായിട്ടുള്ളത് റിപ്പോർട്ടുകളുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് കൂട്ടബലാത്സംഗത്തിന് ഈ കേസിൽ അതിജീവിത ഇരയായപ്പോൾ അതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയത് സിന്ധുവാണെന്നും ആ ദൃശ്യങ്ങൾ അതിജീവിതയുടെ ഭർത്താവിനെ അയച്ചു കൊടുത്തു എന്നുള്ള അടക്കമുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. സിന്ധു താൻ ഹൃദ്രോഗിയാണെന്നും തനിക്ക് ജാമ്യം വേണമെന്നും എല്ലാം ഇന്നലെ കോടതിയിൽ ആവശ്യപ്പെട്ടെങ്കിലും കോടതി റിമാൻഡ് ചെയ്യുകയായിരുന്നു. സിന്ധുവിന്റെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബിലാൽ ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന സൂചനകൾ. ശരി മുഹമ്മദ്.